അടിപൊളി സൂപ്പർ ഫണ്ണാണ്. ഫാമിലിയോടെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു. ചിരിച്ച് വയറ് വയ്യാണ്ടായി. അടുത്ത ബ്ലോക്ക് ബസ്റ്റർ കൊള്ളാം ചേട്ടാ. നല്ല കോമഡി പടം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പൃഥ്വിരാജ് ബേസിലെല്ലാം കൊള്ളാം. നല്ല പക്ക ഫാമിലി. 2.25 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ബ്ലോക്ക് ബസ്റ്റർ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ നല്ല കോമഡി ഉണ്ട്. പൃഥ്വിരാജ് കോമഡിയൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് കുറേ നാൾ ശേഷമാണല്ലോ കോമഡി ചെയ്യുന്നത്. അതിൻ്റെ ടൈമിങ്ങും എല്ലാം നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫുൾ ത്രൂ ഔട്ട് കോമഡി എൻ്റർടൈനർ ഷുവർ ബ്ലോക്ക് ബസ്റ്റർ. കോമഡിയൊക്കെ സൂപ്പർ വർക്കൗട്ടായിരുന്നു. രണ്ടുപേരും നല്ല കോമ്പറ്റീറ്റ് ആയിട്ട് ആക്ട് ചെയ്തത് സൂപ്പറായിരുന്നു. ഓവറോൾ എങ്ങനെയാണ് ഒരു കോമഡി എന്റർടൈനർ ആണോ അതോ വേറെ എന്തെങ്കിലും ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. പഴയ കൊടുത്തൊരു തെക്കാശിപ്പട്ടം കൊടുത്തൊരു ഫീലൊക്കെ വരുന്നത് അടിച്ചു പൊടിച്ച് കാണാൻ സൂപ്പർ പടം. ക്ലൈമാക്സ് ആണ് ഈ സിനിമ എടുത്തു പറയാം. കോമഡി ചെയ്താൽ നല്ല വർക്കായിട്ടുണ്ട്. ആൾക്കാരൊക്കെ കോമഡിച്ച് കാണാൻ പറ്റും. നല്ല സിനിമ. എല്ലാവരും വന്ന് ഫാമിലി ഫിലിം കൊള്ളാം ചേട്ടാ. നല്ല കോമഡി പടം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പൃഥ്വിരാജ് ബേസിലെല്ലാം കൊള്ളാം. നല്ല പക്ക ഫാമിലി. കോമഡി മൊത്തത്തിൽ ഓവർ പെർഫോമൻസ് ഒക്കെ കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. പൃഥ്വിരാജിന്റെ ബേസിലാണോ പൃഥ്വിരാജാണോ? നല്ലൊരു ഇഷ്ടപ്പെട്ടു. എടുത്തു പറയാൻ കോമഡി ഫുൾ എൻ്റർടൈനർ ആണ്. ലാഗൊന്നുമില്ല. 2.25 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. നല്ല എൻ്റർടൈനർ ആയിരുന്നു. ബേസിലാണോ പൃഥ്വിരാജാണോ? കുറച്ച് നല്ല അടിപൊളി വളരെ കോമ്പോ സൂപ്പറായിട്ട് വർക്കൗട്ടായിരുന്നു. തിയേറ്ററിൽ വന്നിട്ട് ഒരു ഫാമിലി വാച്ചിങ് ഉറപ്പായിട്ടും നല്ല ഇഷ്ടപ്പെട്ടു. ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആണ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ് ആണ്. അടിപൊളി പടം. നല്ല പടം. നല്ല വ്യൂവാണ്. അടിപൊളി സൂപ്പർ ഫണ്ണാണ്. ഫാമിലിയോടെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു. ചിരിച്ച് വയറ് വയ്യാണ്ടായി. പിന്നെ ബേസിലിൻ്റെ ഒരു നാച്ചുറൽ ആക്ടിങ്, അതോടൊപ്പം പൃഥ്വിരാജിൻ്റെ നമ്മൾ ആടുജീവിതം കണ്ടതിൻ്റെ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. ഒരു രക്ഷയില്ല കേട്ടോ. സിനിമ എന്ന് പറയുന്നത് ഫുൾ മേക്കിംഗ് ഒക്കെ വേറെ ലെവൽ. കാരണം ആ പോകുന്നൊരു സിനിമ പോകുന്നൊരു പോക്കുണ്ടല്ലോ, അത് എല്ലാത്തരം ആൾക്കാർക്കും ഇഷ്ടപ്പെടും. എല്ലാം വർക്കൗട്ട് ആവുന്നുണ്ട്. കാരണം ചിരിക്കാത്തതായിട്ട് അങ്ങനെ ഒരു ഡയലോഗ്സിൽ പോലും അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ശരി തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ട്. അതാണല്ലോ ഒരു ഡയറക്ടറുടെ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഫുൾ ഫാമിലി. കാരണം ഈ വെക്കേഷൻ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. സൂപ്പർ സിനിമ, അടിപൊളി. താങ്ക് യു. ഫുൾ ക്രൂസിന് നമ്മളുടെ ഒരു താങ്ക്സ് പ്രേക്ഷകരുടെ. താങ്ക് യു. അടിപൊളി പടം. എടുത്തു പറയത്തക്ക എന്താണ്? എടുത്തു പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കോമഡി കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ പടത്തിന്റെ മൊമെന്റ് വേറെ ലെവലിൽ പോകും. ക്ലൈമാക്സ് ആകുമ്പോൾ അടിപൊളിയാണ്. ചുമ്മാ ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഒരു ടൈം പാസ്. അങ്ങനെ ഒരു സീരിയസ് പടം. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.